ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആട്ടോ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അതെന്താ, അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ് കേട്ടോ. പിന്നെ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലതൊക്കെയാണ് കാണാപ്പാഠം പഠിക്കേണ്ടത്. ഫുള്ള് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കുക. ഓരോന്നും നമ്മൾ അർത്ഥം അറിഞ്ഞിട്ട് എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. കാണാപ്പാഠം പഠിക്കുന്ന എന്താണ്, വർഷങ്ങളും അതുപോലെ ചില പേരുകളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അത് കാണാപ്പാഠം പഠിക്കാന്നല്ലാതെ നിങ്ങൾ എന്താക്കുക, മൊത്തമായിട്ട് നിങ്ങൾ കാണാപ്പാഠം പഠിക്കരുത്. ആ മനസ്സിലാക്കുക, ചാപ്റ്റർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താക്കുക, ഈ ചാപ്റ്ററിന് എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 ആണ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്താണ്, അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ് അല്ലേ. അപ്പോൾ നോക്കിയ ഇവിടെ, ഇൻ ഏപ്രിൽ 1601 the English East India Company sent its first expedition to the East Indies. After some 18 months, its 4 ships, Ascension, Dragon, Hector and Susan, had returned from Sumatra and Java with a cargo mainly of pepper. The success of this venture led to a second expedition by the same ships which left London in March 1604. On the return journey, Hector and Susan set off first, but Susan was lost at sea and Hector was rescued by Ascension and Dragon, with the most of the crew dead. In May 1606, the ships loaded with a cargo of pepper, cloves and nutmegs reached England. The company made a profit of 95% on their investment. James Fulcher, Capitalism, a very short introduction. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞത് ജെയിംസ് ഫെച്ചർ എന്താണ്, ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ, അതിൻ്റെ കപ്പൽ വ്യൂഹം എന്താണ്, ഈസ്റ്റ് ഇൻഡീസിലേക്ക് എന്താണ് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം സെൻഡ് ചെയ്യുന്ന എന്താണ്, അയക്കുന്നത് എന്താണ്, ഈസ്റ്റ് ഇൻഡീസിലായി എന്നാണ് ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിൽ ആയിരുന്നു അല്ലേ. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളിൽ എന്താണ്, ഏതൊക്കെയാണ് നോക്കിയേ, അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ ആൻഡ് സൂസൻ, ഈ 4 കപ്പലുകൾ എന്താണ്, സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി അല്ലേ. എവിടെ നിന്നൊക്കെയാണ്, സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്ന് എന്താണ്, പെപ്പറുമായിട്ട് മടങ്ങിയെത്തി അല്ലേ. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, എന്താണ്, ഈ വിജയത്തെ തുടർന്ന് എന്താക്കി, ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്നും 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു അല്ലെ. അപ്പൊ എന്താണ്, ഈ സക്സസിന് ശേഷം എന്താണ്, സെക്കൻഡ് എക്സ്പെഡിഷൻ, 2ാം യാത്രയിൽ അല്ലെ, 2ാം ദൗത്യത്തിൽ എന്താണ്, ബൈ ദ സെയിം ഷിപ്പ് വിച്ച് ലെഫ്റ്റ് ലണ്ടൻ ഇൻ മാർച്ചിൽ 1604 അല്ലെ. മാർച്ച് 1604 എന്താക്കി, ലണ്ടനിൽ നിന്ന് എന്താക്കി, ഈ ദൗത്യം ആരംഭിച്ചു അല്ലെ. അങ്ങനെ ഓൺ ദ റിട്ടേൺ ജേണി, മടക്ക യാത്രയിൽ എന്താണ്, മടക്ക യാത്രയിൽ ഹെക്ടർ ആൻഡ് സൂസൻ സെറ്റ് ഓഫ് ഫസ്റ്റ് അല്ലെ. മടക്ക യാത്രയിൽ ഹെക്ടറും സൂസനാണ് എന്ത് ആദ്യം പുറപ്പെട്ടു അല്ലെ. പക്ഷെ എന്താണ് നോക്കൂ, ബട്ട് സൂസൻ എന്താണ്, സൂസൻ കടലിൽ വെച്ച് തകർന്നു പോയി അല്ലെ. എന്താണ്, ലോസ്റ്റ് അറ്റ് സീ അല്ലെ. പിന്നെന്താണ്, പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും എന്താണ്, കടലിൽ ഉയറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും എന്താണ്, മരണപ്പെട്ടിരുന്നു അല്ലെ. അപ്പൊ സൂസൻ കടലിൽ വെച്ച് തകർന്നു, പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും എന്താണ്, ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും അല്ലെ. ഹെക്ടറും സൂസനും എന്താണ് പുറപ്പെട്ടത് അല്ലെ. അതില് ഈ സൂസൻ എന്താക്കി, തകർന്നു പോയി അല്ലെ. പിന്നെ ഹെക്ടറിനെ രക്ഷിക്കാനും മറ്റേ അസെൻഷനും ഡ്രാഗണും ശ്രമിക്കുമ്പോഴത്തെ എന്താണ്, കടലിൽ ഉയരെ നടക്കുകയായിരുന്ന കപ്പലിലെ മിക്ക ക്രൂസും അല്ലെ, ക്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആയുള്ള നാവികർ അല്ലെ, അവരെ മിക്ക നാവികരും എന്താണ് മരണപ്പെട്ടിരുന്നു അല്ലെ. അങ്ങനെ 1606 അല്ലെ, 1606 നോക്കൂ, 1606 എന്താണ്, മെയ് മാസത്തിൽ എന്താണ്, പെപ്പറും അതുപോലെ എന്താണ്, കുരുമുളകും ഗ്രാമ്പൂവും ജാതിക്കയും അല്ലെ. കണ്ടോ, പെപ്പർ, ക്ലൗസ്, നട്ട്മെഗ്സ് എന്താണ്, ഗ്രാമ്പൂവും ജാതിക്കയും കുരുമുളകും നിറച്ച കപ്പലുകൾ എന്താണ്, ഇംഗ്ലണ്ടിലേക്ക് എത്തി അല്ലെ, റീച്ച്ഡ് ഇംഗ്ലണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, കമ്പനിയുടെ ലാഭം മുടക്ക് മുതലിന്റെ 95% അല്ലെ. അപ്പൊ കമ്പനീന്റെ ലാഭം എത്രയാണ്, 95% കിട്ടി അല്ലെ. മുടക്ക് മുതലിന്റെ 95% എന്ത്, ഈ
കമ്പനിയുടെ ലാഭം. അല്ലേ, ഇത് ജെയിംസ് ഫെച്ചർ എഴുതിയാണ് അല്ലേ, ക്യാപ്ചർ എ വെരി ഷോർട്ട് ഇൻട്രഡക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നോക്കിയേ, ആഫ്റ്റർ റീഡിങ് ദ അബവ് അക്കൗണ്ട്, ഇപ്പോൾ മുകളിലത്തെ നമ്മളിത് വായിച്ചു അല്ലേ. ഡു യു സീ ഹൗ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇംഗ്ലണ്ട് വിച്ച് ലേറ്റർ കോൺക്വേർഡ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക്സ് ഇൻ ദ ഈസ്റ്റേൺ റീജിയൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. എന്താണ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, ഈസ്റ്റ് ഇൻഡീസിലേക്ക് എന്താണ് ഈ വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അല്ലേ. Let us examine what prompted the English East India Company to trade in such a difficult condition. ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുക, ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ഈ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. അത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്താണ് വ്യാപാരത്തിന് എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്താണ്, Europeans had trade relations with other parts of the world from ancient times. Asia was also included in this. This connection led to discovery of an eastward sea route from Europe by the end of the 15th century. The main reason for this are as follows. എന്താണ്, പ്രാചീന കാലം മുതൽ അല്ലേ, ഈ ഏൻഷ്യന്റ് ടൈംസിൽ എന്താണ് യൂറോപ്യർക്ക് ലോകത്തിന്റെ എല്ലാ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു അല്ലേ. റിലേഷൻ ഉണ്ടായില്ല, ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു യൂറോപ്യൻസ് അല്ലേ. ഈ വേൾഡിന്റെ അതർ പാർട്സിലുള്ള സ്ഥലത്തു നിന്നൊക്കെ എന്താക്കി ഇവർക്ക് ഒരു ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. നോക്കൂ, ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ഇതിലെന്താണ് ഏഷ്യ ഉൾപ്പെട്ടിരുന്നു അല്ലെ. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് എന്താണ് ഈസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു അല്ലെ. അപ്പൊ എന്താണ് ഈ കണക്ഷൻ എന്താണ്, ഈസ്റ്റ് വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് ദ 15th century അല്ലെ. 15ാം നൂറ്റാണ്ടുകളുടെ എന്താണ് അവസാനത്തോടെ, 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് എന്താണ് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് അല്ലെ, കിഴക്ക് ദിശയിലേക്കുള്ളൊരു ഈ സീ റൂട്ട് കണ്ടെത്തുന്നതിലേക്ക് എന്താക്കുക ഇത് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്താണ്, താഴെ പറയുന്നതാണ് കേട്ടോ. എന്താണ്, ദ മെയിൻ റീസൺ ഫോർ ദിസ് ആർ ആസ് ഫോളോസ്. എന്താണ് നോക്കൂ, അപ്പൊ ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് പറയുന്നത് നോക്കൂ. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ് അല്ലെ. അപ്പൊ യൂറോപ്യനിൽ എന്താണ് ഷിപ്പ് ബിൽഡിങ് അല്ലെ, കപ്പൽ നിർമ്മാണത്തിനും പിന്നെന്താണ് സെയിലിംഗ്, കപ്പൽ യാത്രയിലും എന്താണ് കൈവരിച്ച ടെക്നോളജിക്കൽ അഡ്വാൻസസ് അല്ലെ, കൈവരിച്ച സാങ്കേതിക പുരോഗതി അല്ലെ. പിന്നെന്താണ് ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി, എന്താണ് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച അല്ലെ, ജോഗ്രഫിയെ കുറിച്ചിട്ടുള്ള ആ അറിവ് അല്ലെ. ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി, ജോഗ്രഫിനെ കുറിച്ചിട്ടുള്ള ആ അറിവിനുള്ള വളർച്ച. അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്, ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, ദിശ കണ്ടെത്താൻ, നമുക്ക് ഡയറക്ഷൻ കണ്ടെത്താനുള്ള എന്താണ് കോമ്പസും മാപ്പ് മേക്കിങ്ങും അല്ലെ. അതൊക്കെ എന്താക്കി ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, പിന്നെ അതുപോലെ മാപ്പ് മേക്കിംഗ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ അഡ്വാൻസസ് അല്ലെ. പിന്നെന്താണ് പുതിയ പ്രദേശങ്ങളിലെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ പകർന്ന അറിവ് അല്ലെ. എന്താണ് പുതിയ വോയേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കടലിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് വോയേജേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ട്രാവൽ റൈറ്റിംഗ് ബൈ വോയേജേഴ്സ്, അവരെഴുതിയ ട്രാവൽ, അവരുടെ എന്താണ് എഴുത്തുകൾ ഉണ്ടാവുമല്ലോ, അവർ ഇങ്ങനെ എഴുതുമല്ലോ, ഇങ്ങനെ യാത്ര ഇങ്ങനെ പോകുന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ പുതിയ പ്രദേശങ്ങളുടെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് എന്താണ് ഈ ട്രാവലേഴ്സിന്റെ എന്താണ് യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ് അല്ലെ, അതും ഉണ്ടായി. ഇതിനൊക്കെ കാരണം അല്ലെ. പിന്നെന്താണ് ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രൊഡക്റ്റ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്, എന്താണ് യൂറോപ്പില് എന്താണ് കുരുമുളക് അല്ലെ, കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ ബൈ ദ ടർക്സ്, എന്താണ് തുർക്കി അല്ലെ, തുർക്കികൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ് കോൺക്വസ്റ്റ് പിടിച്ചടക്കിയത്. ഇതിനൊക്കെയാണ് എന്ത് പ്രധാന ഘടകങ്ങൾ, ഇതിന് എന്താണ് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഈ പോയിന്റുകൾ 1 2 3 4 5 6 കേട്ടോ. അർത്ഥറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം അടുത്ത് നോക്കിയേ,
ദ പോർച്ചുഗീസ് വെർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. എന്താണ്, പോർച്ചുഗീസുകാരായിരുന്നു എന്ത് സീയിലൂടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ അല്ലേ. ഫസ്റ്റ് യൂറോപ്യർ ആരാണ് ഇന്ത്യയിലേക്ക് എത്തിയത്? പോർച്ചുഗീസ് ആയിരുന്നു അല്ലേ. വാസ്കോ ഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. അപ്പൊ വാസ്കോ ഡ ഗാമയാണ് എന്ത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ അല്ലേ. അപ്പം ഇപ്പൊ പോർച്ചുഗലിന്റെ കളിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ വാസ്കോ ഡ ഗാമ ആണ് എന്ത് അവിടുത്തെ വാസ്കോ ഡ ഗാമയാണ് എന്ത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയത് അല്ലേ. യൂറോപ്യൻ ഇതിന്ന് ഫസ്റ്റ് യൂറോപ്യൻ എന്ന് പറയുന്ന ആരാണ്? ഈ പോർച്ചുഗീസുള്ള വാസ്കോ ഡ ഗാമയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയത് അല്ലേ. ഇവിടെ നോക്കിയാൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എന്താ നോക്കിയാൽ കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹബ്ബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് എന്ത് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. എന്താണ്, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന ഒരു സെന്റർ ആയിരുന്നു എന്ത് ഈ കോൺസ്റ്റന്റിനോപ്പിൾ അല്ലേ. അപ്പൊ ഇതുവഴിയാണ് എന്ത് യൂറോപ്പും ഏഷ്യയും തമ്മിൽ എന്താണ് ലാൻഡ് മാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അല്ലേ. അപ്പോൾ 1453 ദ തുർക്സ് ക്യാപ്ചേർഡ് ദിസ് പ്ലേസ് വിച്ച് പ്രിവെന്റഡ് ഫർദർ യൂറോപ്യൻ ട്രേഡ് യൂസിങ് ദിസ് ഹബ്ബ്. എന്താണ്, 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. അപ്പം അത് തുർക്കികളെ ഒന്ന് പിടിച്ചടക്കിയിട്ട് എന്താക്കി യൂറോപ്യരായിട്ടുള്ള വ്യാപാരം തടഞ്ഞവര് തുർക്കികൾ അല്ലേ. പിന്നെ തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് എന്താണ് യൂറോപ്യർ നിർബന്ധിതരായി അല്ലേ. ദിസ് ഫോഴ്സ്ഡ് യൂറോപ്യൻസ് ടു ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റ് റൂട്ട്. പുതിയൊരു റൂട്ട് കണ്ടെത്തുന്നതിന് അവരെന്താക്കി നിർബന്ധിതരായി. ഓക്കെ, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് വാസ്കോ ഡ ഗാമയാണ് എന്ത് പോർച്ചുഗലത്തെ വാസ്കോ ഡ ഗാമയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ അല്ലേ. ഇപ്പൊ കണ്ടോ യൂറോപ്പ് ഇത് അവിടെ കേട്ടോ, കണ്ടോ അറേബ്യ ഏഷ്യ. ഓക്കെ, വാസ്കോ ഡ ഗാമ ഫസ്റ്റ് വോയേജ് ടു ഇന്ത്യ. യൂറോപ്പിൽ നിന്ന് വന്നൊക്കെ പോർച്ചുഗലിൽ നിന്ന് ഇതിലൂടെയൊക്കെ വന്നത് അല്ലേ. കണ്ടോ ആഫ്രിക്കയൊക്കെ ചുറ്റി വളർന്നിട്ടല്ലേ അങ്ങനെ 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 വന്ന് ഇന്ത്യയിലേക്ക് എത്തിയതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് വാസ്കോ ഡ ഗാമാസ് ജേർണീസ് ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് വന്നത്. Then observe the map and find the following. അപ്പോൾ എന്താണ് ഈ മാപ്പ് നോക്കിയിട്ട് ചുവടെ പറയുന്ന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോ ഡ ഗാമാസ് വോയേജ്. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ് പോർച്ചുഗലില് എന്താ ലിസ്ബൺ അല്ലേ. ലിസ്ബൺ ആണ് അല്ലേ. ഓക്കെ, പിന്നെന്താണ് അടുത്തത് പ്ലേസ് വെർ വാസ്കോ ഡ ഗാമ അറൈവ്ഡ്. വാസ്കോ ഡ ഗാമ അറൈവ് ചെയ്ത സ്ഥലം എവിടെയാന്ന് നോക്കിയേ. എവിടെയാ? കാനനൂർ കാലിക്കറ്റ്, കൊച്ചിയിലെ കാലിക്കറ്റ് ആണ് അല്ലേ. കണ്ടോ കാലിക്കറ്റിലാണ് വന്നത് അല്ലേ. നമ്മളെ കാപ്പാട് ബീച്ചിലാണ് ഈ വാസ്കോ ഡ ഗാമ വന്നത് അല്ലേ. ദെൻ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് ഹാസ് ട്രാവേഴ്സ്ഡ്. എന്താ വാസ്കോ ഡ ഗാമ പിന്നീട്ട് സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെയാണെന്ന് നോക്കിയേ. സമുദ്രങ്ങൾ ഏതാണ് നോക്കിയേ. അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലേ, പിന്നെ ഇന്ത്യൻ ഓഷ്യനും, പിന്നെ നമ്മളെ ലാൻഡ് ഏതാണ്, നമ്മളെ കോണ്ടിനെന്റ് ഏതൊക്കെയാ, ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഏഷ്യയിലും വന്നു അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. എന്താണ് വോയേജ് ടു പോർച്ചുഗീസ് ടു ഇന്ത്യ. ഇൻ 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. കണ്ടോ വാസ്കോ ഡ ഗാമ എവിടെയാണ് എത്തിയത്? കാപ്പാട് ബീച്ചിലാണ്. നമ്മളെ കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചിലാണ് എന്ത് വാസ്കോ ഡ ഗാമ എന്താണ് 1498 വന്നത് അല്ലേ. കാലുകുത്തിയതെന്നൊക്കെ പറയില്ല. 1497 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് ഇത് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് എന്താക്കി വഴി തുറന്നു അല്ലേ. അദ്ദേഹത്തിന്റെ അറൈവൽ എന്താണ് യൂറോപ്യൻ ഡൊമിനൻസിന് എന്താക്കി ഒരു വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സമോറിയൻ ഡൈനാസ്റ്റി ആയിരുന്നു അല്ലേ. അപ്പോൾ അക്കാലത്ത് കോഴിക്കോട് വാസ്കോ ഡ ഗാമ വന്നപ്പോൾ എന്താണ് കോഴിക്കോട് റൂൾ ചെയ്തത് ആരാണ്? സമോറിയൻ ഡൈനാസ്റ്റി അല്ലേ. ദ അറബ് കൺട്രോൾ ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട് അല്ലേ. അപ്പോൾ എന്താണ് സാമൂതിരി രാജാവായിരുന്നു എന്ത് അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് അല്ലേ. അറബികളായിരുന്നു എന്ത് കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അല്ലേ. അപ്പൊ ഫോറിൻ ട്രേഡ് നിയന്ത്രിച്ചിരുന്നത് കൺട്രോൾ ചെയ്ത് ആരായിരുന്നു? അറബ്സ് ആയിരുന്നു കേട്ടോ. അറബ്സ് ആയിരുന്നു എന്ത് ഫോറിൻ ട്രേഡ് കൺട്രോൾ ചെയ്തത് കോഴിക്കോട്. The Samorin did not accept the demand of Portuguese to expel the Arabs and grant them exclusive trading rights അല്ലേ. അപ്പൊ എന്താണ് അറബികൾ ഇവിടെ എന്താണ്
ഇവിടെ വ്യാപാരം നിയന്ത്രിച്ചിരുന്നു അല്ലെ. അപ്പൊ അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണം എന്നുള്ള ഗാമയുടെ ആവശ്യം എന്താക്കി സാമൂതിരി അംഗീകരിച്ചില്ല അല്ലെ. എന്താണ് ഈ പോർച്ചുഗീസ് എന്താക്കി ഈ വാസ്കോഡഗാമ പറഞ്ഞ അറബികളെ പുറത്താക്കിയിട്ട് എന്താക്കുക ഞങ്ങൾക്ക് ഈ കച്ചവടം ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതെന്താക്കി സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ. അപ്പൊ സാമൂതിരി എന്താക്കിയില്ല, അത് അംഗീകരിച്ചില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. ഇതേ തുടർന്ന് എന്താക്കി ഗാമ കണ്ണൂരിലെ കോലോത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു അല്ലെ. അപ്പൊ ഈ കണ്ണൂരിലുള്ള കോഴിക്കോടാണല്ലോ ഇപ്പൊ വന്ന് ഇറങ്ങിയത്. അപ്പൊ കോഴിക്കോടുള്ള സാമൂതിരിനോട് പറഞ്ഞപ്പോ സാമൂതിരി സമ്മതിച്ചില്ല. പിന്നെ ഗാമ എന്താക്കി കണ്ണൂരിലുള്ള കോലോത്തരി രാജാവ് അല്ലെ, എന്താ വാസ്കോഡ പെർമിഷൻ ട്രേഡ് ഫോർ കോലോത്തിരി കിങ് ഓഫ് കണ്ണൂർ, കണ്ണൂരിലുള്ള കോലോത്തിരി രാജാവിൽ നിന്നുണ്ടാക്കി ഈ പെർമിഷൻ വാങ്ങി, ട്രേഡിനുള്ള പെർമിഷൻ എന്താക്കി നേടിയെടുത്തു അല്ലെ. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് എന്താണ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി അല്ലെ. അങ്ങനെ എന്താക്കി അവിടെ കുരുമുളകും ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, പെപ്പറും ഇതൊക്കെ ഉണ്ടായിന്. അതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്താക്കി ഈ വാസ്കോഡഗാമ പോർച്ചുഗലിലേക്ക് മടങ്ങി അല്ലെ. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണെന്ത് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് അല്ലെ. അപ്പൊ തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടി അല്ലെ, 60 ടൈംസ് കൂടുതലുള്ളത് എന്താ, ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളായാണ് എന്ത് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്, ഗാമയുടെ കപ്പലൊന്ന് നോക്കാം നമുക്ക്. ദി ഷിപ്പ് ഓഫ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ ആൻഡ് ഹിസ് ക്രൂ റീച്ച്ഡ് ഇന്ത്യ വിത്ത് 3 ships named സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ ആൻഡ് ബാരിയോ അല്ലെ. എന്താ സാവോ ഗബ്രിയേലും സാവോ റാഫേലും ബെരിയോ എന്ന 3 കപ്പലുകളിലാണ് എന്ത് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത് കേട്ടോ. 3 കപ്പലുകളാണ് അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ എന്താണ് 60 ടൈംസ് മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഹിസ് ജേണി. അയാളുടെ ജേണിന്റെ 60 ഇരട്ടി സാധനങ്ങളായിട്ടാണ് എന്താക്കുന്നത് ഈ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് അല്ലെ. ഇനി ഇവിടെ പറയുന്നത് നോക്കിയത്, പ്രോഫിറ്റ് ജനറേറ്റ് ഇൻ ദിസ് ജേർണി എൻകറേജ് ദ പോർച്ചുഗീസ് ടു മേക്ക് സിമിലർ കൊമേഴ്ഷ്യൽ ട്രിപ്സ് ടു ഇന്ത്യ അല്ലെ. അപ്പൊ ഗാമയുടെ യാത്രയിലുണ്ടായ ഈ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ എന്താണ് ഈ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു അല്ലെ. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര തുക നൽകിയില്ല അല്ലെ. അപ്പൊ എന്താണ് സാമൂതിരി എന്താക്കിയില്ല, ഡിഡ് നോട്ട് ഗീവ് ദ പോർച്ചുഗീസ് ടു മോണോപോളി ഇൻ ട്രേഡ് അല്ലെ. മൊണോപ്പൊളിയിൽ ഈ ട്രേഡിലുള്ള ആ മൊണോപ്പൊളിയിൽ എന്താക്കിയില്ല, വ്യാപാര തുക ഈ പോർച്ചുഗീസുകാർക്ക് എന്താക്കിയില്ല, സാമൂതിരി നൽകിയില്ല. എന്താണ് സമോറിൻ ഡിഡ് നോട്ട് ഗീവ് ദ പോർച്ചുഗീസ് ആയ മൊണോപ്പൊളി ഇൻ ട്രേഡ്, ട്രേഡിലുള്ള മൊണോപ്പൊളിന്റെ അതെന്താണ് സമോറിൻ എന്താണ് പോർച്ചുഗീസുകാർക്ക് നൽകിയില്ല അല്ലെ. സാമൂറി എന്ന് പറഞ്ഞാൽ സാമൂതിരി അല്ലെ. ദിസ് ലെഡ് ടു ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സമോറിൻ ആൻഡ് ദ പോർച്ചുഗീസ്. അപ്പൊ എന്താക്കി അതുമൂലം എന്താക്കി സാമൂതിരിക്കും ഈ പോർച്ചുഗീസുകാർക്കും ഇടയിൽ എന്താക്കി ഒരു കച്ചറ ഉടലെടുത്തു അല്ലെ, സംഘർഷം ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് എന്താക്കി ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു. അപ്പൊ എന്താണ് പോർച്ചുഗീസുകാർ ഭയങ്കരമായിട്ടുള്ള ഇത് നേരിടേണ്ടി വന്നത് എതിർപ്പ് നേരിടേണ്ടി വന്നത് ആരുടെ കയ്യിൽ നിന്നാണ്, സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു അല്ലെ. നാവൽ ചീഫ്സ് ഓഫ് എന്താണ് കുഞ്ഞാലി മരക്കാർസ്. ഓക്കെ, അപ്പം കുഞ്ഞാലി മരക്കാറാണ് ഈ ആരായിരുന്നു സാമൂതിരിന്റെ നാവൽ ചീഫ്സ് ആയിരുന്നു അല്ലെ. എന്താ നാവിക തലവനായിരുന്നു അല്ലെ. അദ്ദേഹത്തിൽ നിന്നാണ് എന്ത് ഈ പോർച്ചുഗീസുകാർക്ക് ഭയങ്കര ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത്. കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല അല്ലെ. അങ്ങനെ എന്താണ് കുഞ്ഞാലി മരക്കാരന് ശേഷം എന്താണ് ഈ പോർച്ചുഗീസുകാർക്ക് എന്താണ് കൂടുതൽ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം അവർക്ക് ഇന്ത്യയിൽ നിന്ന് ആരോടും അങ്ങനെ ഭീഷണിയൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഇനി നോക്കൂ, ആരാണ് കുഞ്ഞാലി മരക്കാർ നോക്കാം. കുഞ്ഞാലി മരക്കാർ അല്ലെ. ദ കുഞ്ഞാലി മരക്കാർസ് പ്രൊട്ടക്റ്റഡ് ദി സമോറിൻ ആൻഡ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഫ്രം ദ അറ്റാക്ക് ഓഫ് ദ പോർച്ചുഗീസ്. എന്താണ് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാരായിരുന്നു. എന്താണ് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പിന്നെ ആ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്ന ആരായിരുന്നു, കുഞ്ഞാലി മരക്കാരായിരുന്നു അല്ലെ. വെസ്റ്റേൺ കോസ്റ്റും അതുപോലെ സമോറിനെയും പ്രൊട്ടക്ട് ചെയ്തത് കുഞ്ഞാലി മരക്കാരായിരുന്നു അല്ലെ. ഈ ആരിൽ നിന്ന്, പോർച്ചുഗീസുകാരിൽ നിന്ന്. കുഞ്ഞാലി മരക്കാർ വാസ് എ ഡിസിഗ്നേഷൻ
Four people have occupied this position at different times. Kunyali III defeated the Portuguese and captured Fort Chaliam. Kunyali IV was executed by the Portuguese in Goa. With the fall of Kunyalis, the decline of Zamorin also began. അപ്പോൾ എന്താണ് കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു കേട്ടോ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്ത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പൊ എന്താണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിയുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അങ്ങനെ എന്താക്കി? കുഞ്ഞാലി നാലാമൻ എന്താക്കി? പോർച്ചുഗീസുകാരെന്താക്കി? ഗോവയിൽ വെച്ചിട്ട് കൊന്നു അല്ലെ, വധിച്ചു അല്ലെ. അപ്പൊ കുഞ്ഞാലിയുടെ മരണത്തോടു കൂടി എന്താക്കി? സാമൂതിരിയുടെ പതനവും എന്താക്കി? ആരംഭിച്ചു അല്ലെ. നോക്കൂ, ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണിത് അല്ലേ. ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉള്ളത് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ചിത്രത്തിൽ തന്നിട്ടുള്ള മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അല്ലെ. ഇതെന്താണ്? മലയാളം നെയിംസ്. ടേബിൾ, മേശ, കസേര, അലമാര അല്ലെ. മലയാളം പേരിൽ ഇതാണ് പറയുന്നത്. ജനല് അല്ലെ, വിൻഡോ. ഇതെന്താ? തൂലിക എന്ന് പറയും അല്ലെ. പെന്ന്. എന്താ? ചാക്ക് അല്ലെ. ഇതിനൊക്കെ ഇംഗ്ലീഷ് പേര് എന്താണ്? ടേബിള്, ചെയർ, അൽമര, വിൻഡോ, പെൻ, പിന്നെന്താണിത്? സാക്ക് അല്ലേ. എന്താണ്? ചാക്ക് സഞ്ചി എന്നൊക്കെ പറയും അല്ലേ. നോക്കൂ, ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ പോർച്ചുഗീസ് റിസൾട്ടഡ് ഇൻ മലയാളം റിസീവിംഗ് ദീസ് വേർഡ്സ് ഫ്രം ദ പോർച്ചുഗീസ് ലാംഗ്വേജ്. അപ്പം നോക്കിയേ, ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് അല്ലെ. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ് ഈ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കിട്ടിയത് നോക്കിയേ. കാഷ്യൂ ട്രീ എന്താ? പറങ്കിമാവ് അല്ലെ. പറങ്കികൾ എന്നാ പറയല് ഈ പോർച്ചുഗീസുകാരല്ലേ. പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പറങ്കികൾ എന്നൊക്കെ പറയുന്ന കേൾക്കാം അല്ലെ. പിന്നെന്താണ്? പപ്പായ, ഗുവാവ, പേരക്ക ആൻഡ് പൈനാപ്പിൾ വേർ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെ. അതൊക്കെ എന്താണ്? ഇവരാണ്, ഈ പോർച്ചുഗീസുകാരാണ് ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി, ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി. ഒന്നും ഇവിടെ ഉള്ളതല്ല അല്ലെ, അവിടെ ഉള്ള സംഭവങ്ങളാണ് അല്ലെ ഇവിടെ പോർച്ചുഗലിലുള്ളത്. ദെൻ ഇത് നോക്കിയേ, എ പാർട്ട് ഓഫ് എ ഫോർട്ട് മാനുവൽ. എന്താണ്? മാനുവൽ കോട്ടയുടെ ഒരു ഭാഗമാണ് കേട്ടോ. കണ്ടോ? The first European fort of India, Fort Manuel, was established in Kochi. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അത് കൊച്ചിയിലാണ് അവർ സ്ഥാപിച്ചത് അല്ലെ. The regions of Kochi, Goa and Daman and Diu came under the rule of the Portuguese അല്ലെ. അപ്പൊ കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിലായി അല്ലെ. അങ്ങനെ പോർച്ചുഗീസുകാർ അവരെ കീഴടക്കി. പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. എന്താണ്? പ്രിന്റിംഗ് ടെക്നോളജി അറിയാം, അച്ചടി വിദ്യ അല്ലെ. അത് പോപ്പുലറൈസ്ഡ് ആയി. ആർട്ട് ഫോം സച്ച് ആസ് എ ചവിട്ടുനാടകം ആൻഡ് മാർഗം കളി വേർ പോപ്പുലറൈസ്ഡ് അല്ലെ. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ എന്താക്കി? പോപ്പുലറൈസ്ഡ് ആയി. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. അങ്ങനെ എന്താണ്? യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും എന്താണ്? അഭ്യസിപ്പിച്ചു. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വർ സ്റ്റാർട്ടഡ്. എന്താണ്? ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റർ എന്താക്കി? ആരംഭിച്ചു അല്ലെ. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. Find out and list the impact of Portuguese contact in India in different areas. പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പൊളിറ്റിക്കൽ ഫീൽഡിൽ രാഷ്ട്രീയ മേഖലയിൽ പോർച്ചുഗീസ് ബന്ധം വ്യത്യസ്ത മേഖലയിലേക്ക് ചെലുത്തിയ അതെന്താന്നുള്ളത്. പിന്നെന്താ? അഗ്രികൾച്ചറൽ സെക്ടറിലും നോളജ് സെക്ടറിലും കൾച്ചറൽ സെക്ടറിലൊക്കെ എന്താന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, പൊളിറ്റിക്കൽ ഫീൽഡിൽ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. The regions of Kochi, Goa and Daman and Diu came under the rule of the Portuguese. ഇതാണ് പൊളിറ്റിക്കൽ ഫീൽഡിൽ വന്നിരിക്കുന്നത് അല്ലേ. ഇനി അഗ്രികൾച്ചറൽ സെക്ടറിലോ കാഷ്യൂ ട്രീ, പപ്പായ, ഗുവാവ ആൻഡ് പൈനാപ്പിൾ were introduced. നോളജ് സെക്ടർ, പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്
നോളജ് സെക്ടറിൽ ഇനി എന്താണ് പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വർ സ്റ്റാർട്ടഡ്, ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. കൾച്ചറൽ സെക്ടറിലോ ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ടു നാടകം ആൻഡ് മാർഗം കളി വർ പോപ്പുലറൈസ്ഡ്, യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. അപ്പം നിങ്ങൾ എന്താണ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അതൊക്കെ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കൂ. ഇതാ ഇതിലുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ എടുത്ത് എഴുതിയത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ദ ഡച്ച് ആണ് അല്ലേ. യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് വേർ ഫ്രം ഹോളണ്ട്, നെതർലാൻഡ്. ദേ ആർ ഓൾസോ നോൺ ആസ് ദ ഡച്ച്. നാഗപട്ടണം, ബാറൂച്ച്, Ahmedabad and Chinsura were the major trading center of the Dutch in India. The Dutch defeated the Portuguese in their competition for monopoly in trade. എന്താണ് ഇവിടെ പറയുന്നത്? പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ഈ യൂറോപ്യൻസ് ഹോളണ്ടിൽ, നെതർലാൻഡിൽ നിന്ന് അല്ലെ, ഹോളണ്ട് നെതർലാൻഡ് അല്ലെ, അതിൽ നിന്നുള്ളവരായിരുന്നു അല്ലെ. ഡച്ചുകാർ എന്നാണ് എന്ത് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഹോളണ്ടുകാരൻ ഡച്ചുകാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വന്ന ആരാണ്? യൂറോപ്യൻസ് അല്ലെ. യൂറോപ്യയിൽ, അതായത് മറ്റേ അറബ്സ് ഇവിടെ ഉണ്ട് ഓൾറെഡി. പിന്നെന്താണ് പിന്നെ യൂറോപ്യനിൽ നിന്ന് ആദ്യം വന്ന് പോർച്ചുഗീസ് അല്ലെ. യൂറോപ്യൻ ആദ്യം വന്ന് പോർച്ചുഗീസുകാരായിരുന്നു. ആ പോർച്ചുഗീസുകാർ എന്താണ് എത്തിച്ചേർന്ന ഈ പോർച്ചുഗീസുകാരെ തുടർന്ന് അല്ലെ, അവർ കഴിഞ്ഞ ശേഷം എന്താണ് അവർ യൂറോപ്പിൽ നിന്ന് വന്ന എന്താ ഹോളണ്ടുകാർ, നെതർലാൻഡ് എന്ന് പറയും അല്ലെ. അവരെ ഡച്ചുകാർ എന്നാണ് എന്താക്കുന്നത് അറിയപ്പെട്ടിരുന്നത് അല്ലെ. ഈ ഹോളണ്ട് നെതർലാൻഡുകാരെന്താണ് ഹോളണ്ടോ അല്ല നെതർലാൻഡ് അല്ലെ, അവരെന്താണ് ഡച്ചുകാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. അവരെവിടേക്കാ വന്നത്? അവര് നാഗപട്ടണം, ബറോച്ച, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഈ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന ഈ മേജർ ട്രേഡിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഡച്ചുകാരെ മെയിൻ ട്രേഡിംഗ് സെന്റർ ഏതാണ് നോക്കിയേ. ഏതാണ് ഡച്ചുകാരെ മെയിൻ മേജർ ട്രേഡിംഗ് സെന്റർ? ഡച്ചുകാരെ നാഗപട്ടണം, പിന്നെ ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസുര അല്ലെ. ഇതൊക്കെയായിരുന്നു എന്ത് ഡച്ചുകാരെ മേജർ ട്രേഡിംഗ് സെന്റർ ഇന്ത്യയിലുള്ളത് കേട്ടോ. ഇന്ത്യയിലുള്ള അവരുടെ മേജർ ട്രേഡിംഗ് സെന്റർ ആണിത്. ഇത് നോക്കൂ. ഈ കച്ചവടത്തിന്റെ ആധിപത്യത്തിനായി അല്ലെ എന്താക്കി അവർ കോമ്പറ്റീഷൻ അല്ലെ, മോണോപ്പൊളി ആൻഡ് ട്രേഡ്. ഈ മോണോപ്പൊളി ആൻഡ് ട്രേഡിലുള്ള മോണോപ്പൊളിക്കായിട്ട് എന്താക്കി അവർ തമ്മിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും എന്താക്കി എന്താണ് കോമ്പറ്റീഷൻ നടന്നു അല്ലെ. അതിലെന്താക്കി ഈ മത്സരത്തിൽ ഡച്ചുകാരെന്താക്കി പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു അല്ലെ, പരാജയപ്പെടുത്തി. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. ബാറ്റിൽ ഓഫ് കൊളോഷ്യൽ. എന്താണ്? കുളച്ചൽ യുദ്ധം അല്ലെ, കുളച്ചൽ യുദ്ധം. ഇൻ 1741 മാർത്താണ്ഡവർമ്മ who ruled Travancore clashed with the Dutch of Koloshiel near Kanyakumari. With the defeat in this war, the Dutch lost their supremacy in India. This was the first battle in which a European power lost to an Indian ruler. ഇതാണ് കൊളോഷ്യൽ വാർ മെമ്മോറിയൽ അല്ലെ. എന്താണ്? കൊളോഷ്യൽ യുദ്ധത്തിന്റെ സ്മാരകമാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ എന്താക്കി ഏറ്റുമുട്ടി അല്ലെ. ആരൊക്കെ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ എന്താക്കി? മാർത്താണ്ഡവർമ്മ ആരാണ്? തിരുവിതാംകൂറിലെ രാജാവായിരുന്നു അല്ലെ, ഭരണാധികാരിയായിരുന്നു അല്ലെ. കുളച്ചലിലെ എന്താണ് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ അല്ലെ. അപ്പോൾ അദ്ദേഹവും പിന്നെന്താണ് ഡച്ചുകാരും തമ്മിൽ എന്താക്കി കുളച്ചലിൽ വെച്ചിട്ട് എന്താക്കി ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് എന്താക്കി ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ എന്താക്കി അവിടുത്തെ ആ യുദ്ധത്തിൽ എന്താക്കി ഡച്ചുകാർ തോറ്റു അല്ലെ. അപ്പൊ എന്താക്കി അവർ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് അല്ലെ. അപ്പൊ എന്താണ്? ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. ഒരു ഇന്ത്യൻ റൂളറിനോട് ആദ്യമായി തോൽക്കപ്പെട്ട ഫസ്റ്റ് യുദ്ധമായിരുന്നു എന്ത്? ഈ കൊളച്ചൽ അല്ലെ, ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് പറയുന്നത് 1741 നടന്നത്. ഓക്കെ, നോക്കൂ. ഇനി എന്താണ്? അപ്പൊ നോക്കിയ പലതും ഇവിടെ നടന്നിട്ടുണ്ടല്ലേ നമ്മളെ ഇന്ത്യയിൽ. ദെൻ ഹോർച്ചസ് മലാബറിക്കസസ്. എന്താണ് മലാബറിക്കസ്? എന്താ അങ്ങനെ പറയുന്നത്? ഈ ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലാബറിക്കസ് എന്ന കൃതിയാണ് കേട്ടോ. മലബാറിക്കസ് എന്ന് പറഞ്ഞ കൃതിയാണ് എന്ത് ഡച്ചുകാരുമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കേട്ടോ. ഹോർത്തൂസ് മലാബാറിക്കസ് മലാബാറിക്കസ് അല്ലെ, മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ
742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ. കേരളത്തിൽ എന്താണ് 42 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് എന്താക്കി ഈ ബുക്കിൽ, ഇതൊരു ബുക്കാണ് ഇതാ ഹോർച്യൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ഒരു ബുക്കാണ് അല്ലെ. ആ ബുക്കിൽ എന്താണ് 42 പ്ലാന്റ് മെഡിസിൻ അല്ലെ, മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് എന്താക്കുന്നുണ്ട് അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ ബുക്കിൽ അല്ലെ. കേരളത്തിലുള്ള 42 മെഡിസിൻ പ്ലാനിനെ കുറിച്ചിട്ട് എന്താക്കി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഹെൻറിക് വാൻ റീഡ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലെ. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലെ. ഹെൻറിക് വാൻ റീഡ് ആണ് ആരാണ് ഡച്ച് ഗവർണർ അല്ലെ. അദ്ദേഹമാണ് ഈ വർക്കിന് എന്താണ് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച ആരാണ്? ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. എന്താണ് ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ ഒരു മലയാളി വൈദ്യനായിരുന്നു ഈ ബുക്ക് എഴുതാനും അതുപോലെ ഈ 42 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത്, അദ്ദേഹത്തെ സഹായിച്ചത് അല്ലേ. ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരെയും രചനയിൽ പങ്കാളികളായി അല്ലെ. അപ്പൊ ആരൊക്കെയാണ്? അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ടൊക്കെ എന്താണ് ഈ വർക്കിൽ എന്താക്കി പങ്കാളികളായിട്ടുണ്ട് അല്ലെ. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. എന്താണ് ഈ മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ് കേട്ടോ. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പൊ എന്താണ് ഇത് ഇംഗ്ലീഷിലേക്ക് അല്ലെ, മലയാളം ആൻഡ് ഇംഗ്ലീഷ് അല്ലെ, മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്ത ആരാണ്? ഡോക്ടർ KS മണിലാലാണ് കേട്ടോ. ഓക്കെ, ഡോക്ടർ KS മണിലാലാണ് ഇത്. അപ്പം ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞ ഈ ബുക്ക് എന്താണ് മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലെ. ദെൻ നോക്കൂ, ഇട്ടി അച്യുതൻ ആരാ? ഇട്ടി അച്യുതൻ വാസ് ആൻ അക്കംപ്ലിഷ്ഡ് ഇൻഡിജിനസ് മെഡിസിനൽ പ്രാക്ടീഷണർ ബോൺ ഇൻ കടക്കരപ്പള്ളി village in Cherthara taluk of the present day Alappuzha district in a traditional family of medicinal practitioner അല്ലെ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ആര്? ഈ ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് വൈദ്യനായിരുന്നു. നോക്കിയാ, ദിസ് ഇസ് എ പിക്ചർ ഓഫ് ഹോർത്തൂസ് മലബാറിക്കൂസ്, ഐഡന്റിഫൈ ദ പ്ലാന്റ്. ഇതാണെന്ത് ഹോർത്തൂസ് മലബാറിക്കൂസിലെ ഒരു ചിത്രമാണിത് അല്ലേ. ഏത് സസ്യമാണെന്ന് തിരിച്ചറിഞ്ഞേ? ഇത് ഏത് സസ്യമാണ്? ഹോർത്തൂസ് മലബാറിക്കൂസ്. അതെന്താ കുടപ്പന എന്നൊക്കെ പറയും അല്ലേ, അല്ലേ കുടപ്പന. എന്താ ടാലിപോഡ് പാം, അംബർല പാം അല്ലേ ഒക്കെ പറയും. പിന്നെ ഇനി എന്താണ് ദ ഫ്രഞ്ച്? എന്താണ് ഫ്രഞ്ച് ആണ് അല്ലേ. ആഫ്റ്റർ ദ ഡച്ച്, ബ്രിട്ടീഷ്, ഇംഗ്ലീഷ് ആൻഡ് ദെൻ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് അല്ലേ. അപ്പൊ ഇന്ത്യയിലേക്ക് പിന്നെ വന്ന ആളാരാന്ന് നോക്കിയാ ഈ ഡച്ചുകാർക്ക് ശേഷം ആദ്യം പോർച്ചുഗീസുകാർ അല്ലേ, യൂറോപ്പിൽ നിന്ന് വന്ന പോർച്ചുഗീസുകാര്, പിന്നെ ആരാ? ഡച്ചുകാർ അല്ലേ, നെതർലാൻഡുകാര്, ഹോളണ്ടുകാര്, അവരാണ് ഡച്ച് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതിന് ശേഷം എന്താ ബ്രിട്ടീഷുകാരും വന്നു അല്ലേ, ഇംഗ്ലീഷുകാരെന്നറിയപ്പെടും. പിന്നീട് എന്താണ് ഫ്രഞ്ചുകാരും. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നെന്താണ് പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി എന്താ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ഈ അപ്പൊ സൗത്ത് ഇന്ത്യയിൽ എന്താണ് സൗത്ത് ഇന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെ. കർണാട്ടിക് യുദ്ധ വാർസ് എന്ന് പറയുന്നത് എന്താണ്? ആരൊക്കെ തമ്മിലാണ് ആ യുദ്ധം നടന്നത്? സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്നത് എന്താണ്? സൗത്ത് ഇന്ത്യ വേണമെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് എന്ത്? കർണാട്ടിക് വാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്ന എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, കർണാട്ടിക് വാർസ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു എന്ത്? വിജയിച്ചു അല്ലെ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം എന്തായി? പോണ്ടിച്ചേരി, പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി അല്ലെ. അപ്പൊ എന്തായി? ബ്രിട്ടീഷാണ് ഈ വാറിൽ എന്താക്കിയത്? വിജയിച്ചത് അല്ലെ. അങ്ങനെ അതിന് പകരമായി ഫ്രഞ്ച് എന്താക്കി? പോണ്ടിച്ചേരി, പുതുച്ചേരി അല്ലെ, യാനം, കരൈക്കൽ, മാഹി അവിടേക്ക് മാത്രമായിട്ട് ചുരുങ്ങി അല്ലെ. ഓക്കെ, look at the given map and find the major centers under the control of Portuguese, Dutch and French. എന്താണ് തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ചിട്ട് എന്താ? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ അഹമ്മദാബാദ്, ബറോച്ച്,
ചിൻസുര നമ്മളിവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതൊക്കെയാണ് ദമാൻ ദിയു, പിന്നെന്താ ഗോവ, കൊച്ചി, മാഹി ഇതൊക്കെ തന്നിട്ടുണ്ടല്ലേ. നാഗപട്ടണം, കരിക്കൽ, പോണ്ടിച്ചേരി, യാനം അല്ലേ, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പം പോർച്ചുഗീസുകാരാണ് എന്ത് ഈ ചുവപ്പുള്ളതൊക്കെ അല്ലേ, ഡച്ചുകാർ ബ്ലൂ, പിന്നെ ഫ്രഞ്ചുകാരാണ് ഗ്രീന് അല്ലേ. അപ്പോൾ കണ്ടെത്തിക്കൂടെ, അതായത് നേരത്തെ പറഞ്ഞിട്ടല്ലേ പോർച്ചുഗീസ് ചുവപ്പ്. അപ്പോൾ ഈ ചുവപ്പുള്ള അല്ലേ കൊച്ചി, ഗോവ, ദമാൻ ദിയു, പിന്നെ ഏതാ അതൊക്കെയാണ് എന്ത് പോർച്ചുഗീസുകാരത് അല്ലേ. ഡച്ചുകാരത് നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബാറൂച്ച്. പിന്നെന്താണ് ഫ്രഞ്ചുകാരതാണെന്ത് കരായ്ക്കൽ, മാഹി, പോണ്ടിച്ചേരി, യാനം ഇതൊക്കെ അല്ലേ. ഓക്കെ, ഇവിടെ എന്താ സൈഡിൽ എന്താ കർണാട്ടിക് വാർ എന്താ നോക്കി. എന്താണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് ഇത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പഠിച്ചില്ല. ഇന്നത്തെ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ പ്രദേശങ്ങൾ എന്താണ് ഈ ആന്ധ്രാപ്രദേശിന്റെ ഈ തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത് കർണാട്ടിക് എന്ന് പറയുന്നത് അല്ലെ. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കൂടി തമ്മിൽ നടന്ന യുദ്ധമാണെന്ത് ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും കൂടി നടന്ന തമ്മിലുള്ള വാറാണെന്ത് കർണാട്ടിക് വാർ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഈ ബാറ്റിൽ എവിടെയാണ് നടന്നത്? ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കേ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത് കർണാട്ടിക് എന്ന് പറയുന്നത് അല്ലെ. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് എന്ത് നടന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിവിടെ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് പോർച്ചുഗീസ് ഒക്യുപ്പൈഡ്. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഈ ചുവപ്പൊക്കെ ഇങ്ങോട്ട് എഴുതുക. മറ്റേ ഡച്ചിന്റെയും ഫ്രഞ്ചിന്റെയും ഇതിൽ നോക്കിയിട്ട് തന്നെ എഴുതുക കേട്ടോ. ചുവപ്പാണ് ഈ പോർച്ചുഗീസ്, അപ്പോൾ ചുവപ്പുള്ളതൊക്കെ നോക്കി എഴുതുക. ഡച്ച് ആണെങ്കിൽ ഏതാണ് നീലുള്ളതൊക്കെ എഴുതുക. ഫ്രഞ്ച് ആണെങ്കിൽ ഈ പച്ച ഉള്ളതൊക്കെ എഴുതുക കേട്ടോ. ദെൻ അടുത്ത എന്താണ് ഇത് ഞാൻ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ബാക്കിയായിട്ടാണ് ഇനി അടുത്ത വീഡിയോ, അതുകൊണ്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.